ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ചൂരന്മല പറഞ്ഞ അങ്ങാടിയിലെത്താൻ. ഇവിടേക്കാണ് നമ്മൾ ആദ്യം എത്തുക. അതായത് മേപ്പാടിയിൽ നിന്ന് വരുമ്പോൾ ആദ്യം എത്തുന്ന സ്ഥലമാണ് ഈ ചൂരന്മല. ഇപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ ഒറ്റൊന്നുമില്ല, ആകെ ലൈവായി നിൽക്കുന്ന ഒന്നോ രണ്ടോ കടകൾ മാത്രമേ ഉള്ളൂ. ഈ കടകളിലൊക്കെ പണിയെടുത്ത ആളുകൾ ഇപ്പോൾ ഉണ്ടോ ഇല്ല ഒന്നും അറിയില്ല. ഈ ഒരു അങ്ങാടിയിൽ നിന്നും അപ്പുറം സൈഡിലുള്ള, അതായത് പുഴക്കപ്പുറമുള്ള അങ്ങാടികളിലൊക്കെ, അതായത് മുണ്ടക്കയും അതേപോലെ പുഞ്ചിരിമട്ട എന്ന സ്ഥലത്തൊക്കെ പോകാൻ ബന്ധിപ്പിച്ചിരുന്ന ഒരു പാലം ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ചൂരൽമലയിൽ തന്നെ ആയിരുന്നു ഈ സ്കൂൾ ഉണ്ടായിരുന്നത്. അതായത് ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ വ്യക്തമായി കാണാം ഈ ഒരു സ്കൂൾ, ഇതിൻ്റെ ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ. സ്കൂളിൻ്റെ ഏകദേശം പകുതിയോളം, അതായത് ചുമരിൻ്റെ പകുതിയോളം മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ JCB കാര്യങ്ങളും മണ്ണ് മാന്തി ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ വണ്ടിയിൽ ആ ഉരുൾപൊട്ടിയ സ്ഥലം കണ്ടവിടെ, അതായത് ഏകദേശം ഇവിടുന്ന് 3-3.5 കിലോമീറ്റർ അതിലേറെ മുകളിലൊക്കെ ഉണ്ടാവും ദൂരം. ഇവിടുന്ന് ആ ഒരു ഉരുൾപൊട്ടിയ ആദ്യ സ്ഥലമാണെന്നാണ് പുഞ്ചിരിമട്ടം എന്ന സ്ഥലം. അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. അതേപോലെ മുണ്ടക്കയ എന്ന സ്ഥലത്തേക്കും നമ്മൾ പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു നദിയിൽ അത്ര വെള്ളമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ആഘാതം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് പോണ കണ്ടില്ലേ, ഈ വെള്ളം പോണ കണ്ടില്ലേ. ആ വീടും കാര്യങ്ങളും മൊത്തം പോയിട്ടോ. എൻ്റെ അടിഭാഗം ഫുള്ള് ചെരിഞ്ഞു പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചൂരന്മല പറഞ്ഞ അങ്ങാടി, അതായത് ചെറിയൊരു അങ്ങാടിയാണ്. നേരെ അതിന്റെ ബാക്ക് സൈഡാണിത്. ആ ബാക്ക് സൈഡിൽ കൂടെയാണ് ഈ ഒരു നദി പോണത് കേട്ടോ. ഇതിന്റെ മതിൽമ്പലും കാര്യങ്ങളൊക്കെ ഫുള്ള് ചളി മൂടി. ഇന്ത്യൻ ആർമിന്റെ ഒരു എന്താ പറയാ, ഒരു കയ്യൊപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം എന്താ പറയാ, അതാണ് ഇപ്പൊ പറയാൻ കഴിയുള്ളൂ ഈ ഒരു പാലത്തിന്. ഈ പാലത്തിന്റെ സ്ട്രെങ്ത്തും വലുപ്പും ഞാനിത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത്രയും വലുപ്പമുണ്ട്, അത്രയും സ്ട്രെങ്ത് ഉണ്ട്, അത്രയും ബലമുണ്ട്, ഒക്കെ ഉള്ള ഒരു പാലം. എന്താ പറയാ, ഈ ഒരു പാലം ഇവിടെ പണിതിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയോ കുടുംബങ്ങൾ അപ്പുറം ഒറ്റപ്പെട്ടു പോയിനെ. ഈ ഒരു മല കാണുമ്പോൾ തന്നെ അറിയാം എത്രയോ ഭീകരത, അതിൻ്റെ ഒരു ഭീകരത. അത്രയും ഹൈറ്റിലാണ് ആ മല നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കോട മൂടി ആകെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഈ ഒരു സ്കൂളിൻ്റെ ഏകദേശം 3/4 ഭാഗവും മണ്ണ് വന്നടിഞ്ഞ് കിളികളൊക്കെ കൂടുകൂട്ടൽ തുടങ്ങിയെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ JCB കാര്യങ്ങളും മാന്തളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അപ്പുറത്താണ്. ഇപ്പൊ ഞാൻ മുണ്ടക്കയ പറഞ്ഞ ഭാഗത്തേക്ക് കയറി കേട്ടോ. ആ ഒരു റോഡിലേക്ക് കയറി. ഇനി ആ ഒരു മലന്റെ ആ ഒരു ഓരത്തേക്കാണ് ഈ റോഡ് പോകുന്നത്. അപ്പൊ ചൂരൽമല കഴിഞ്ഞിട്ടാണ് ഈ മുണ്ടക്കയ പറഞ്ഞ സ്ഥലം കേട്ടോ. ചൂരൽമല എത്രോ ആ ഒരു കണ്ടില്ലേ പൊട്ട്, ഇത് എത്രയോ ദൂരെ കേട്ടോ. ആ ഒരു എത്രയോ ദൂരത്തു നിന്നാണ് ഇവിടെ വരെ എത്തിയത് ആ സാധനം. അത് ഏകദേശം ഒരു 5 കിലോമീറ്റർ ആയിട്ട് ഉണ്ടാവും മിക്കവാറും ഇവിടുന്ന് അങ്ങോട്ട്. അത്രയും ഭീകരതയാണ് കേട്ടോ. ഞാൻ മുണ്ടക്കയ പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. നല്ല മഴക്കോടുണ്ട്, നല്ല മഴയും വരാൻ സാധ്യതയുണ്ട്. കാരണം കാർമേഘങ്ങളാകെ മൂടി നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഞാനും ഒറ്റക്കുള്ളൂ. എല്ലാരും അവിടെ വേരിയ പാലത്തും വന്നാണ്ട് പോവാട്ടോ. ഇതാണ് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം ഇതിന്റെ ഭീകരത. മുണ്ടക്കൈ ഡിവിഷൻ സെന്റിമെന്റൽ റോക്ക് എസ്റ്റേറ്റ്. ഇവിടുന്ന് വീടും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയൊക്കെ വീടുകളുണ്ടായിന് കേട്ടോ. എത്രയോ വീടുകളുണ്ടായിന്. ഇത് കുറച്ചൊരു ഹൈറ്റുള്ള സ്ഥലമാണ്. ഈ ഒരു ഇതിന്റെ ഓരം അന്ന് ആ ഒരു ഭാഗത്ത്, അതായത് നദീന്റെ അങ്ങേ സൈഡിലുള്ളവർക്കൊക്കെ കൂടുതൽ പ്രശ്നങ്ങൾ വന്നേക്കാം. കാരണം
അതാണ് ആ ചെരിവ് അങ്ങോട്ടാ പോണത്. ഇല്ലേ ഇപ്പൊ നദിന്റെ ഓരത്ത് ഇതൈര് വീടുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വീടുകളൊക്കെ അങ്ങോട്ടാണുള്ളത്. ഇവിടെ ടി എസ്റ്റേറ്റും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. ഈ റോഡ് നേരെ പോണ മുണ്ടക്കൈ എന്ന സ്ഥലത്തേക്കാണ്. നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ പാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും ഭംഗിയുള്ള സ്ഥലം എന്താ പറയാ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ ഒരു സ്ഥലം ഇത്രയും ഭംഗി ഉണ്ടാവുന്നത്. നല്ല എന്താ പറയാ, അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം. ഈ ഒരു സ്ഥലമാണല്ലോ ഇങ്ങനെ ആയി പോയതില്ലേ. വയലം വറസൂല, എന്താ ചെയ്യാ. ഇപ്പം ഞാൻ അവിടെ നിന്നാട്ടോ വന്ന റോഡ് ഇപ്പോൾ ചുരന്മല കഴിഞ്ഞ് മുണ്ടക്കയ്ക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കയറ്റും കയറിങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ നദി നമ്മുടെ ആ ഓരത്തുണ്ട്. ഒരു നദീൻ്റെ ഒക്കെ ഒരു വലുപ്പം കണ്ടില്ലേ. ആ ഒരു ചെറിയ ഇതിപ്പോൾ വെള്ളം ഒഴുകുന്ന കാണും കൂടി ഇല്ല, അത്രയും ചെറിയ ഇതാട്ടോ. വെള്ളം അതോ അത്രയും അതോ അവിടെ ആ ഒരു കല്ല് കൂട്ടീൻ്റെ അപ്പുറത്ത് കൂടെ തോന്നണം ഒഴുകുന്നത്, കാണുന്നും കൂടി ഇല്ല. പക്ഷെ ഇതിൻ്റെ ഒരു വീതി നിങ്ങൾ നോക്കി, എത്രയോ വീതി ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഓരത്തൊക്കെ ആണെങ്കിൽ അന്ന് വീടുകൾ ഉണ്ടായതിനേ കാരം. അപ്പോൾ അവിടെ ഒരു വീട് പൊളിഞ്ഞടക്കുന്നുണ്ട്. ഇതാ അവിടെ ഒന്ന്, ആ വീടൊക്കെ തന്നെ എത്രയോ ദൂരം കേട്ടോ ഈ നദിയിൽ നിന്ന്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 500 മീറ്റർ അപ്പുറം കാരം മിക്കവാറും. അത്രയും ദൂരമുണ്ട്. നമ്മൾ ഇങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് തോന്നൂല, പക്ഷേ ഇതാ ഇനി ഒരു മുകളോട്ട് ഇങ്ങനെ പോവാണ് ഈ നദി. നമുക്ക് ഇനി മുമ്പോട്ട് പോയേക്കാം. ഇവിടെയൊക്കെ വേണമെങ്കിൽ വീടുകൾ ഉണ്ടായിരിക്കാരം. ഇപ്പോഴൊക്കെ വലിയ വലിയ പാറകളൊക്കെ വന്ന് അടിഞ്ഞ് ആകെ. എന്തായാലും ഇനി ഇവിടെ ഒന്നും ഉപയോഗിക്കാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ അത്ര ഒരു ഭീകരത ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നും. കാരണം അത്ര ഒരു ചെരിവുള്ള സ്ഥലമാണ്. മുന്നോട്ട് പോയോ കേട്ടോ. കുറച്ചുകൂടി മുമ്പോട്ട് വന്നിട്ടോ. അപ്പോൾ ഇവിടെ എന്താ സ്കൂൾ ആരോഗ്യ പദ്ധതി എന്തൊക്കെയോ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ആകെ കാട് മൂടി. എന്താ അതിൻ്റെ നേരെ ആ നദീൻ്റെ നേരെ അപ്പുറത്ത് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുണ്ടല്ലേ ഇവിടെ എന്തേനു MSDP 2013 ഗവൺമെൻറ് LP സ്കൂൾ. ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നോ. ഇപ്പോൾ 2 സ്കൂൾ ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന് അർത്ഥം. താഴെ ഒരു സ്കൂളും ഇവിടെ ഒരു സ്കൂളും. ഇതിപ്പോൾ ഇങ്ങനെ മുകൾക്ക് വേറെ കയറി ഇങ്ങനെ പോവാട്ടോ. ഇനി ആ നദിൻ്റെ ഓരത്തേക്കാണ് ഇനി പോണത്. ഉണ്ടല്ലേ. ഇതാണ് അവിടെയാണ് ആ പള്ളി കിടക്കുന്നത്. ആ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായ പറഞ്ഞ സ്ഥലമല്ലേ അതാണ് കേട്ടോ. അതാക്കണം അവിടെയാണ് ആ പള്ളി കിടക്കണത്. കുറച്ചുകൂടി മുകളിലാണ്. ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ റോഡ് അങ്ങനെ കയറി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ.
ഇതിന്റെ വീതി കണ്ടില്ല, ഇതാ ഇത്ര വീതി ആക്ച്വലി ഇത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോഴും നോക്കി നോക്കി, ഇതാ ഇത്രയും വീതി വന്നു ഇതിന്റെ സ്ഥലം. എന്താ ഇവിടുന്ന് ഈ ഒരു സ്കൂള് നടക്കണത് നടന്നിട്ട് ആ ഒരു വീട് കണ്ടില്ല, അത്രയും വീതിയാ നിൽക്കണത്. ഞാൻ ഒരു പള്ളീന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കട്ടോ. ഇവരവിടെ നടന്നു പോകുന്നുണ്ട്. ഇത് ഈ ഒരു ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞാലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂല. കാരണം അത്രയും എന്തായാലും കുത്തനെ നിൽക്കുന്ന സ്ഥലമാണ്. എന്താ പറയാ, അങ്ങനെ ഫ്ലോപ്പായി നിൽക്കണം, അടിക്ക് അങ്ങനെ പോവാണല്ലോ. അപ്പൊ എങ്ങനെ അത് രാത്രിയാണ് ഈ അപകടം ഉണ്ടാവണേ. എങ്ങനെ ജീവിതം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയാ? ഒരിക്കലും കഴിയൂല. കാരണം ഈ നദി കൂടെ കൊണ്ടുപോകും, ഉറപ്പല്ലേ. എത്രയോ കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടാണ് ആൾക്കാരെ കിട്ടണത് തന്നെ. നമ്മളെ ഈ ഒരു ഇത് പോകുന്നത് നേരെ ചലിയാറക്കം എത്തണേ. ഈ ഒരു വെള്ളം ഇതിങ്ങനെ പോയിട്ട് നേരെ പോത്തുകല്ലിൽ നിന്ന് മമ്പാട്, അങ്ങനെ നിലമ്പൂര്, ചാലിയാറ്, കോഴിക്കോടേക്ക് എത്താണ് ഈ ഒരു നദി. അപ്പോൾ എത്രയോ കിലോമീറ്റർ പിന്നീട് ഈ ഒരു ജനവാസ മേഖല കഴിഞ്ഞിട്ട് പിന്നെ കിലോമീറ്ററുകളും കാട്ടിലൂടെയാണ് ഈ ഇത് പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേനും നദി ഒരുപാട് വലുതാവുന്നുണ്ട്. എനിക്ക് തോന്നണ ഇത് ഇവിടെ ഈ ഒരു ക്രോസ് ചെയ്താണ്ട് ഒരു പാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു നദിനെ ക്രോസ് ചെയ്താണ്ട് വേറെ പാലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനേ കാരം. ഇതാ അവിടെ വേറെ വീട് ഇപ്പൊ അവിടെ താമസമൊന്നും ഇല്ല തോന്നണേ. അവിടെ ഒന്നുണ്ട്, അതിന്റെ ഉള്ളിലൊന്നുണ്ട്. പിന്നീട് അങ്ങോട്ടും അങ്ങനെ ഉണ്ട് കേട്ടോ. നിങ്ങളൊന്നും നോക്കണ്ട, ഈ ഒരു ജസ്റ്റ് ഈ നദിന്റെ അടി കണ്ടില്ലേ, ആ ഒരു പള്ളി നിൽക്കണ നോക്കി, ഇത്രയും മുകളിലാണ്. അവിടേക്ക് വരെ അതിന്റെ ആഘാതം എത്തിയെന്ന് പറയുമ്പോ എത്രയും ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. ഈ ഒരു നദി നിൽക്കണ ഇത് അവിടെ ഏറ്റവും അടിയിലാ. ആ പള്ളി നിൽക്കണ നോക്കി, എത്രയോ മുകളിലാണ്, എത്രയോ ഹൈറ്റിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും വലിയ ചാലായി പോകുന്നതായിരിക്കും. അടിക്ക് ഇങ്ങനെ ഊർന്ന് പോകുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം അതിന്റെ മുകൾക്ക് എത്തിയണമെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ഭീകരത തന്നെയാണോ. ഒരു സ്കൂളാണ്, LP സ്കൂളാണ് ഇട്ടത്. അതിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്നുണ്ട്, പക്ഷെ ആ കാട് മൂടി 2 വർഷമായല്ലോ. ഈ ഒരു ജൂലൈക്ക് 2 വർഷമാവും. ജൂലൈ 30-നാണ് ഇതൊരു ഇതുണ്ടായത്. സ്കൂള് അത് സാധാരണ ന്യൂസിലൊക്കെ കണ്ട സ്കൂള് അതല്ല കേട്ടോ. അത് ഫസ്റ്റ് ആ ബേരിപാലത്തിൻ്റെ അടുത്താണ് ആ സ്കൂൾ വരുന്നത്. ഇത് കുറച്ചുകൂടി മുകൾക്ക് കയറി വരണം. കുറച്ച് ഏകദേശം 2 കിലോമീറ്റർ ഇനി മുകൾക്ക് കയറി വന്നാലാണ് ഈ ഒരു സ്കൂൾ കാണുക. ഇതൊരു ചെറിയ സ്കൂളാണ്, LP സ്കൂള്. അത് നേരെ അതിൻ്റെ ഓരത്ത് തന്നെയായിരുന്നു. അതിൻ്റെ മുറ്റും കാര്യങ്ങളും ഒന്നായിട്ട് പോയി. ഇവിടെ ഒരു റോഡുണ്ട്. ഈ റോഡ് നേരെ ഓപ്പോസിറ്റ് ഈ പാലം ഉണ്ടെന്ന് തോന്നണം. കാരണം ഇങ്ങനെ ഒരു നല്ല റോഡ് ഇവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു പാലം കൂടി ഉണ്ടാവും. ഓപ്പോസിറ്റ് വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് നേരെ മുകൾക്കൊന്ന് പോയി നോക്കാം. ആ ഒരു മസ്ജിദിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഞാനിപ്പോൾ ഇറങ്ങിപ്പോയല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഖബർസ്ഥാനി കേട്ടോ. അതായത് നമ്മളെ മുസ്ലിംസിനെ ഖബർ ചെയ്യണ സ്ഥലമാണത്. ആ ഒരു മസ്ജിദിൻ്റെ കീഴിലുള്ള സ്ഥലമായിരിക്കും മിക്കവാറും. മസ്ജിദ് കുറച്ചുകൂടി മുകളിലാണ്. ഞാൻ അങ്ങോട്ട് പോകാട്ടോ, പോയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോ ആ നദീൻ്റെ അടുത്തുനിന്ന് വീണ്ടും മുകൾക്ക് കയറി ഇങ്ങനെ പോവാട്ടോ.
ഇതാ ഇപ്പൊ പള്ളീന്റെ അടുത്തെത്താനായി. ഈ പള്ളിന്റെ ഇവിടുന്നാണ് കറക്റ്റ് ആ ഒരു പൊട്ടിയ സ്ഥലവും ഇതൊക്കെ കാണാൻ പറ്റും. ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഇവിടെ എത്തിയിട്ട്. ഈ ഒരു കല്ലടക്കം ഇവിടെ എത്തിയണോ? എന്തോ ഒരു വലുപ്പമുള്ള കല്ലാണ് ഇതൊക്കെ. പള്ളി നോക്കി. ആ ഒരു മല. ആ നദി നിക്കണോക്കി. ഇതിപ്പോ എത്ര വീതി ഉണ്ടാവുന്ന ഈ പുഴ? ഇപ്പോ നമ്മളെ ഭാരതപ്പുഴ ഉണ്ടല്ലോ, ആ ഭാരതപ്പുഴ നമ്മളെ ചമ്രോട്ടം പാലത്തിന്റെ ഒക്കെ അവിടെ എത്ര വീതി ഉണ്ട്? ആ ഒരു വീതി അതിലേറെ അതിൻ്റെ ഇരട്ടി. റോഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ അതിൻ്റെ ഇരട്ടി വീതി ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് മാത്രം അത്ര വീതി ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒഴുകുന്നതോ കുറച്ചൊരു നാല് പോലെ ഒഴുകണുള്ളൂ. സാധാരണ അത്ര ഒഴുകുണ്ടാവുള്ളൂ. പക്ഷെ അന്ന് ആ ഒരു ഭീകരത കൊണ്ട് ഇവിടെ എൻ്റെ മോനെ അന്തം മുണ്ടിട്ട് നമ്മളിവിടെ വന്നാൽ കണ്ടാൽ ഉറപ്പായിട്ടും. എന്താ ഈ പള്ളി നിൽക്കണ നോക്കി നിങ്ങൾ, എത്രയോ മുകളിലാണ്. ഈ പള്ളിക്ക് വരെ അതിൻ്റെ ആഘാതം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇല്ല. ഈ റോഡൊന്നും ഉണ്ടാവാൻ സാധ്യമല്ല. റോഡ് പിന്നെ മാന്തി കണ്ടതേ കാരണം. ഇവിടുന്ന് ഒരു തേയില ഫാക്ടറിയിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുന്ന ഇതാട്ടോ. എന്തായാലും ഇവിടെ ആൾക്കാരും താമസമൊന്നും എന്തായാലും ഉണ്ടാവാൻ സാധ്യതയില്ല. അവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു പള്ളി നേരെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അത് ഞാൻ മുമ്പോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇനി ഇതിങ്ങനെ ഈ റോഡ് പോകുന്നുണ്ട്. ഈ റോഡ് മുമ്പോട്ട് മേലക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഏതുവരെ എത്തും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും എത്തണ വരെ നമുക്ക് ഞാനൊന്ന് പോയി നോക്കണ്ട്. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തന്നെ ആപ്പാടെ ഒരു ബേജാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് സ്വാഭാവികമാണ്, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാനത് കണ്ടിട്ട് ആകെ അന്തം മുട്ടി നിൽക്കുകയാണ്. എന്തൊക്കെയോ പറയണമെന്നുള്ളത് എനിക്ക് തന്നെ അറിയുന്നില്ല. കാരണം അത്രയും ഞാൻ വിചാരിച്ചതിൻ്റെ എത്രയോ മുകളിലാണിത് ഈ ഒരു സംഗതി. ഞാൻ വിചാരിച്ചതിൻ്റെ നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ട് വരുമല്ലോ ഇങ്ങനെ ഇക്കാരെന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നല്ല, എത്രയോ മുകളിലാണിത്. നമ്മളെന്താ ഒരു കോറിന്നൊന്നുമല്ല നമ്മളെ നാട്ടിലേക്ക് കാണാൻ ഇതിലാരും ഭീകരത ഉള്ള ഒരു സാധനം. ഒരു മലൻ്റെ ഒരു പകുതിയാണ് പൊടിഞ്ഞു പോന്നൊക്കെയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പം മനസ്സിലാവുണ്ടാവില്ല. കാരണം ആ ഒരു മലൻ്റെ തോന്നുന്നുണ്ടാവില്ല. കാരണം ഇത് ചെറുതായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അത്രയും മനസ്സിലാവുള്ളൂ. ഈ കല്ലിൻ്റെ വലുപ്പം ഒന്ന് കാണിച്ചു തരട്ടെ. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ടേ. ഈ ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയും ഈ കല്ലിൻ്റെ വലുപ്പങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വലുപ്പം എത്ര എന്നുള്ള മനസ്സിലാവും. ഇതാ ആ വണ്ടി നിൽക്കുന്ന ആ കല്ലിൻ്റെ വലുപ്പം നിങ്ങൾ നോക്കി. അതിൻ്റെ 3-4 ഇരട്ടി വലുപ്പം ഉണ്ടാകും സാധനം. ആ കല്ലാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. ഇത്രയും ഗ്യാപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇതാ ഈ ഒരു സ്ഥലത്ത് വരെ ഇതപ്പോൾ ഒരു വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടീൻ്റെ വലുപ്പം ഈ കല്ലും നോക്കി, അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും നോക്കി. എന്തായാലും ഞാനേ മുന്നോട്ട് പോയി നോക്കട്ടെ കേട്ടോ. ഈ ഒരു വണ്ടി പോണ റൂട്ടിലൊന്നുകൂടി ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ ഈ ഒരു വീടിൻ്റെ അത്രയും ആളൊക്കെ അതിൻ്റെ ചളിയും കാര്യങ്ങൾ തെറിച്ചതാണെങ്കിൽ ഇങ്ങോട്ട് എത്താൻ വെള്ളം എത്തിയണോ എന്നുള്ളത് അറിയില്ല. ഇത് എവിടെ നിൽക്കണമെന്നോ? ഇപ്പം ഞാൻ നിൽക്കണത് ഇവിടെ ഏറ്റവും മുകളിലാണ്. അവിടെയാണ് നദി. ആ നദി കാണണം കൂടിയില്ല, അത്ര അടിയിലാണ്.
ആ ഒരു അരുവി. പിന്നീട് വന്ന ഈ കാര്യം, ഈ കാട് മൂടിയൊക്കെ ഇപ്പൊ 2 വർഷത്തോളം ആവാനായിട്ട് പിന്നെ വന്ന ഈ കാടും ഇതൊക്കെ. ഇത് വീട് കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. മുകളിലാണ് ആ പള്ളിക്ക് കയറി കുറെ ആൾക്കാർ നിന്നു എന്നൊക്കെ പറഞ്ഞ സ്ഥലം. മിക്കവാറും ആ ഒരു പള്ളിയായിരിക്കും. ഞാൻ അതിന്റെ മുമ്പിലോട്ട് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഈ ഈ ഒരു ചർച്ചിലാണ് ആൾക്കാരൊക്കെ, അതായത് ആ ഒരു അപകടം പറ്റിയപ്പോൾ വന്ന് പാഞ്ഞ് കയറി ഇതിന്റെ മുകളിലോ ഇരുന്നോളൊക്കെ രക്ഷപ്പെട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് കാരണം ഒരു ഹൈറ്റുള്ള സ്ഥലത്ത് തന്നെയാണ്. നദി എത്രയോ അടിയിലാണ് കേട്ടോ. എന്തായാലും ഞാൻ മുന്നോട്ട് പോയോട്ടെ, പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തായിട്ട് തന്നെ. ആൾതാമസം ഉണ്ടോന്ന് അറിയില്ല. ഇതിൽ ആൾതാമസം എല്ലാവരും പോയിട്ടുണ്ട്. മുണ്ടക്കൈ ബസ് സ്റ്റോപ്പ്. ഇവിടെ ബസ് വരുന്ന സ്ഥലമാണ് കാലം മിക്കവാറും. ഏറ്റവും ടോപ്പ് കാട്ട പോണത്. ഇതിപ്പോ അതിന്റെ ഏറ്റവും മുകളിലെത്തിട്ടോ. മുകളില് പിന്നെ ഇവിടെ ഒരു കാടാ തോന്നണേ. ഇവിടെ ഇവിടെ ഞാൻ ഒറ്റക്കുള്ളൂ. എനിക്ക് പേടിയാവുന്നുണ്ട്. വേറെ ആരും കാണണമൊന്നുമില്ല. ഇനി എവിടേക്ക് എത്തണാവല്ലേ. ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. വീടുകളുണ്ട്, റിസോർട്ട് ഉണ്ട്. മറ്റേ ഏതാ ഒരു വാലി റിസോർട്ട് ഉണ്ട് കണ്ടോ. ഇവിടുന്നൊക്കെ ആളുകൾ പോയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു മനുഷ്യല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈ പറഞ്ഞ സ്ഥലത്തെത്തിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഏറ്റവും ടോപ്പ്. ഇനി അങ്ങോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ ഇവിടെ എത്തിയാണ്. ഇവിടെ നിന്ന് ഒരു ആളുകളും വന്നിട്ടില്ല കേട്ടോ. ഒരു മനുഷ്യന്മാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അടിയിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റോഡ് എന്താ പറയുക, അങ്ങോട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾ താമസം കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ ഒന്നും ആളുകളില്ല തോന്നണം കണ്ടിട്ട്. ഇതേപോലെ ചെറിയ വീടുകൾ കേട്ടോ ഇവിടെയൊക്കെ ഉള്ളതിന്. ഇവർ കുറേയൊക്കെ ഇപ്പുറത്താണ്. കേട്ടോ ഇപ്പം ഞാൻ നിൽക്കണ സ്ഥലം മുണ്ടക്കൈ അല്ല കേട്ടോ. മറ്റേ പുഞ്ചിരിമട്ട പറഞ്ഞ സ്ഥലമാണ്. ഒരു വണ്ടി കിടക്കണ നോക്കി. എന്തോരം ആശിച്ചു വാങ്ങിയതേ കിട്ടാല്ലേ. അപ്പം ഞാൻ ഏറ്റവും ടോപ്പിലാട്ടോ. ഞാൻ പറഞ്ഞില്ലേ മുണ്ടക്കൈ അല്ല കേട്ടോ. ഞാൻ നിൽക്കുന്ന സ്ഥലം പുഞ്ചിരിമട്ട എന്ന സ്ഥലമാണ്. ഇത് നമ്മൾ താഴെന്ന് കണ്ട വില്ല മരങ്ങളാണ്. ഏത് മരമാണോ എനിക്കറിയില്ല. നമ്മളെ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന മരമാണ്. മറ്റേ അക്കേഷ്യ. ഏത് മരം എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ആ താഴ്ന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്തിട്ടോ ഞാൻ. ഇതാണ് മറ്റേ നമ്മൾ പറഞ്ഞ പുഞ്ചിരിമട്ട എന്ന സ്ഥലം. ഈ പുഞ്ചിരിമട്ടത്തു നിന്നാണ്, ഇവിടെ നിന്നാണ് ആളുകൾ താമസം തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് അടിക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ്. ഇവിടെ ഇതിൻ്റെ ഒരു ഉറവിടം എന്ന് പറയാം. ആളുകളെ കൂടുതൽ താമസം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്.
ഇവിടെയാണ് LP സ്കൂളിൻ്റെയും കുറച്ചും കൂടി മുകൾക്ക് വന്നാൽ കാണുന്ന സ്ഥലമാണിത്. അവിടെയുണ്ട് ചെറിയ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടോ, ഇവിടെ ഒന്നുമില്ല. ഇതാ പൊട്ടിയ സ്ഥലം ഇതാണ് അവിടെ മുകളിൽ. ഇപ്പം ഏറ്റവും മുകൾക്ക് ഞാൻ എത്തിയെന്ന് പറയാം. ഏറ്റവും മുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇനിയും അങ്ങോട്ടും പോവാം, പക്ഷേ റോഡില്ലാത്തതുകൊണ്ട് ബൈ റോഡ് ഇതാ ഒരു വണ്ടി വരുന്നുണ്ടില്ല. അവിടെ ഇവിടെ പണി നടക്കുന്നുണ്ട്, റോഡ് പണി നടക്കുന്നുണ്ട്. റോഡൊക്കെ ഒലിച്ചു പോയിണ്, ഒന്നുമില്ല. ഇതാ ഇതാണ് ഇവിടെയാണ് അതിൻ്റെ നദി നടക്കണേ. നദി നിൽക്കണ ഇവിടെയാണ്, പക്ഷേ പാറക്കല്ലൊക്കെ വന്ന് നിൽക്കണ നോക്കി എത്രയോ മുകളിലാട്ടോ. ആ ഒരു ഇതിൻ്റെ ഇടയിൽ കുറേ വീടുകളൊക്കെ ഉണ്ടായതിനെ കാരണം ആ ഒരു വീടിൻ്റെയും ഈ ഒരു പാറക്കല്ലിൻ്റെയും അന്തരം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അത്രയും മണ്ണ് വന്ന് കുന്നു കൂടിയുണ്ട് അവിടെ. ഒരു മല പോലെ വന്ന് കൂടിയാണ്. വേറൊരു മല ഉണ്ടാവാനുള്ള ഒരു അത്രയും മണ്ണ് കാര്യം ഇവിടെ ഉണ്ട്. പിന്നെ എങ്ങനെ വീടൊക്കെ ഇവിടെ കാണുമോ? ഞാനവിടെ ഉണ്ടല്ലോ, അവിടെ ഒരു ഇത് ഉണ്ട്, വണ്ടി പൊളിഞ്ഞടക്കണ കാണിച്ചു തന്നില്ല. ഇതാ ഇവിടെ ഈ ഒരു വീട്, ഈ വീടിൻ്റെ ഇങ്ങേ സൈഡിലുള്ള വീടുകളൊക്കെ, അതായത് ഈ സൈഡിലുള്ള റോഡ് സൈഡിൻ്റെ ഈ സൈഡിലുള്ള വീടുകളൊക്കെ കുറേയൊക്കെ നിന്നു, അവിടെ നിന്നു. ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ ഒലിച്ചു പോയിട്ടോ. ഈ ഭാഗത്തുള്ള വീടുകൾ ഒറ്റൊന്നുമില്ല ഇവിടെ, ഒക്കെ പോയിട്ടുണ്ട്. അതേമാതിരി ആ ഒരു സൈഡിലുള്ള ആ സൈഡിൽ ഇനി വീടുണ്ടോ എന്നുള്ള അറിയില്ല. കാരണം അവിടെ മറ്റേ ഏലത്തോട്ടങ്ങളാണ് കൂടുതൽ കാണുന്നത്. തോട്ടങ്ങളാണ്, കാട് ഏരിയ തോന്നുന്നത്. പക്ഷേ ഈ ഭാഗത്ത് എന്തായാലും വീടുണ്ടാവും എന്നുള്ള ഷുവറാണ്. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ട് വീട് കാണുന്നുണ്ട്. വാർത്തയിൽ കുറേ കേട്ടിട്ടുണ്ട്, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, എന്താ പറയുക, അട്ടമല, ഇതൊക്കെ നമ്മളെ 24 ന്യൂസിലും മറ്റേ ന്യൂസിലൊക്കെ കുറേ കണ്ട. അന്ന് ഞാൻ ന്യൂസ് ഫുള്ള് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അന്ന് കേട്ട ഒരു പേരാണിത്, നമ്മളെ പുഞ്ചിരിമട്ടം. പുഞ്ചിരിമട്ടത്തിൽ ആണ് തുടങ്ങിയതെന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിരുന്നത്. അപ്പോൾ ഇതാണ് ആ പ്രോപ്പർ സ്ഥലം കേട്ടോ. ഇവിടുന്നൊക്കെ ആളുകൾ പോയിട്ടുണ്ട്. ഇവിടെ ഒരു ബൈക്ക് നിൽക്കുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നതാണോ തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ട് അപ്പോൾ ഇവിടെ ആ മലേൻ്റെ അടുത്തേക്ക് എത്തിയാൽ തുടങ്ങി. അപ്പോൾ ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഏറ്റവും ആ താഴെ ഇവിടുന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ നമ്മുടെ ആ വലിയ സ്കൂൾ കണ്ട സ്ഥലത്തേക്ക്. കയറ്റാണ്, കിതപ്പ് വരുന്നുണ്ട്. അവിടെ ചെറിയൊരു പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ വരാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ എനിക്കെന്തായാലും ഇത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് നമുക്കിതിൻ്റെ ഭീകരത എത്രയോ മനസ്സിലാക്കണം എന്നുള്ളത് എനിക്ക് അന്നേ ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നു. ഒരൊറ്റ മൈൻഡിൽ നമ്മൾ പറയില്ല, ഒറ്റ മൈൻഡ് എന്ന് പറയുമല്ലോ, ആ ഒരു മൈൻഡിൽ തന്നെയാണ് വന്നതാണ്. എന്തായാലും സമയം വൈകുന്നേരമായി. ഞാൻ വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ 3 മണി ആയിക്കണേ. ഇതാണോ ആ മല പൊടിഞ്ഞ്. ഇനി അവിടെ അറ്റത്ത് ഒരു തൂക്കുപാലം എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇതിൽ നിന്ന് അത്രയും ആളുകളെ കണ്ടെത്തി എന്നുള്ളതല്ലേ ഈ ഒരു നമ്മുടെ ഗവൺമെൻറ്റിന് സല്യൂട്ട് കൊടുക്കണം. നമ്മുടെ ഗവൺമെൻറ് മാത്രമല്ല, അതിന് സഹായിച്ച ഏതൊക്കെയോ പ്രവർത്തകരുണ്ടല്ലോ, SSF, SKSSF, അതേപോലെ ലീഗ്, മാർക്സിസ്റ്റ്, BJP, SDPI, അങ്ങനെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. ഇവരൊക്കെ കൂടിയോട് മാത്രമാണ് അത്രയും ആളുകളെയും കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. ആ കിട്ടിയത് തന്നെ അത്ഭുതമാണെന്ന് പറയാം. കാരണം നമ്മൾക്ക് ഇവിടെ വന്ന് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഈ അത്രയും വലിയ ഒരു മനുഷ്യൻ്റെ 3-4 ഇരട്ടി ഉണ്ടാകുമ്പോഴത്തെ ഒരു പാറക്കല്ല്. ആ പാറക്കല്ല് പറഞ്ഞാൽ ഇവിടെ എത്രയോ കോടിക്കണക്കിന് പാറക്കല്ല് ഇവിടെ തന്നെ വന്ന് അടഞ്ഞു കൂടിയാണ്. വീടുകളടക്കം, വണ്ടികളടക്കം നമുക്ക് ഇവിടെ കാണൂല. വണ്ടികളും വീടുകളും ഒന്നും കാണും കൂടിയില്ല. അത്രയും കല്ലുകളും മണ്ണും വന്ന് അടഞ്ഞു കേട്ടോ. അതാ ഞാൻ പണ്ടില്ല, നമ്മൾ ആ അടിയിൽ നിന്ന് കണ്ട പൊട്ടുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് ഞാൻ എത്തിയാണ്. ഇതാ അവിടെ ചെറിയ തൂക്കുപാലം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ആ പള്ളി കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഏറ്റവും മുകളിലെത്തിട്ടോ. ഇതുണ്ടല്ലേ ആ പൊട്ടിയ സ്ഥലത്തിന്റെ ഏറ്റവും അടുത്തെത്തിയാണ്. ഇതവിടെയൊക്കെ ചെറിയ ചെറിയ ഉറവുകൾ അങ്ങനെ പൊടിയുണ്ട് കേട്ടോ. ഇതാ പൊട്ടിയ സ്ഥലത്തിന്റെ ഏറ്റവും അടുത്ത് ഞാൻ എത്തിയാണ്. അവിടെ നിന്നാണ് ആ പൊട്ടി വീണത്. അതായത് ആ മല അങ്ങോട്ട് ജസ്റ്റ്
തെന്നിയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ആ തെന്നിയപ്പോൾ തന്നെ അത്രയും ഹൈറ്റിലാണ് സാധനം നിൽക്കുന്നത്. ആ ഹൈറ്റിൽ നിന്ന് ഒന്നായിട്ട് ഒരു കിടങ്ങ് പോലെ, വലിയൊരു കിടങ്ങ് പോലെ ഉണ്ടായിക്കാം. അതാ ഞാനും നിൽക്കണപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുമല്ല, ഒരു ഉറുമ്പ് നിൽക്കണതിൻ്റെ കൂടി ആ ഒരു ഇതില്ല എനിക്ക്. ഞാൻ ഈ ഒരു കിടങ്ങിൽ നിൽക്കുമ്പോൾ ഒരു ഉറുമ്പ് നിൽക്കില്ലേ, നമ്മളെ ദേഹത്ത് ഒരു ഉറുമ്പ് നിന്നാൽ എങ്ങനെ ഉണ്ടാവും, ആ ഉറുമ്പിൻ്റെ വലുപ്പം എത്ര ഉണ്ടാവും നമ്മളെ ദേഹം നോക്കുമ്പോൾ ആ ഒരു പോലെയാണ് എനിക്ക് ഇവിടെ നിന്നാ നോക്കും മനസ്സിലാവുക. ഇതിൽ നിന്ന് ഞാൻ പറയുന്നുള്ളത് എന്താ പറയുക, ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. രക്ഷപ്പെട്ടവർ എത്രയോ ഭാഗ്യവാന്മാരെന്ന് പറയാം. അപ്പോൾ വീടും കൂടിയൊക്കെ പോയിക്കോട്ടെ അന്ന് വേണേ വെക്കാം. ഈ ഒരു ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ വേണേ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല ആ ഒരു പള്ളീൻ്റെ മുകളിലെത്തി. പള്ളി ഇപ്പം താഴെയായിരുന്നു, ഇപ്പോൾ പള്ളീൻ്റെ ഏറ്റവും മുകളിൽ ഞാനെത്തിട്ടോ. അതായത് ഞാനതിൻ്റെ ആ ഒരു പൊട്ടിയ സ്ഥലത്തിൻ്റെ ഏറ്റവും എടുത്തെത്തിയെന്ന് പറയാം. ഈ ഒരു ഏരിയയിലൊക്കെ വീടും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ റോഡുള്ള ഏരിയ ആണ് ഇവിടെ. റോഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വീടും ഉണ്ടാവും മിക്കവാറും. ഇനി കുറച്ചു നേരം ഇവിടെ നിന്ന് ഞാൻ പോവാട്ടോ, എനിക്ക് പേടിയാവുന്നുണ്ട്. വേറെ ആരും ഇല്ല ഇവിടെ. ആണെങ്കിൽ അവിടെ കാർമേഘം അങ്ങനെ മൂടി നിൽക്കണുണ്ട്. വണ്ടിയൊക്കെ ഇതായാലേ ബൈക്ക് വേണേനും. വൈകുന്നേരം സമയം എത്രയായി നോക്കട്ടെ, 4 മണി കഴിഞ്ഞു, 4:10 ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ എന്തായാലും ഭയങ്കര ലെങ്ത്തായിരിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്കതൊന്നും കാണിക്കാക്കാൻ കഴിയൂല. കാരണം എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും എന്താ പറയുക, ഒന്നും പറയാനില്ല ഇതിലൊന്നും. ഇവിടെ നിന്ന് ആ സ്കൂളോ കാര്യങ്ങളോ ഒന്നും കാണണം കൂടി ഇല്ല കേട്ടോ. ഇവിടുന്ന് കിലോമീറ്ററുകൾ താഴെയാണ് മറ്റേ വലിയ സ്കൂളും കാര്യങ്ങളൊക്കെ നിൽക്കണേ, ആ ബെയിലി പാലൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് ആളുകളെ രക്ഷപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഇവിടേക്കൊന്നും നടന്ന് വരാനൊന്നും പോസിബിൾ അല്ല. അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് വരിക എന്ന് പറഞ്ഞാൽ റോഡൊന്നും ഉണ്ടാവില്ല, അന്ന് റോഡൊക്കെ പോയിട്ടുണ്ടാവും. നടന്ന് വന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എത്രയോ കിലോമീറ്ററുകൾ നടന്ന് വരണം അങ്ങോട്ട്. പിന്നെ ആനയും കാര്യങ്ങളൊക്കെ ഉള്ള ഇറങ്ങുന്ന സ്ഥലമാണ്. ഞാൻ പോട്ടെ എന്തായാലും. കേട്ടോ, അതായത് മുകൾക്ക് വീടുകൾ കുറഞ്ഞു വരികയാണ്. പുഞ്ചിരിമട്ടം ഇതാണ് ഏറ്റവും എൻ്റെ വീടുകളുള്ള. കണ്ടില്ല മല, കണ്ടില്ല മലൻ്റെ അടിവാരമാണ് കേട്ടോ ഇവിടെ നിൽക്കണേ. ഈ ഒരു പൊസിഷനിൽ മലൻ്റെ അടിവാരമാണ് നിൽക്കണത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഇങ്ങനെ പോവാണ്, ഈ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ പോവാണ്. ഇവിടുന്ന് തന്നെ ആളുകൾ താമസം തുടങ്ങുന്നുണ്ട്. ഇങ്ങേ സൈഡിൽ ആളുകൾ ഉണ്ടതിനോ എന്നുള്ളത് എനിക്ക് വലിയൊരു ഉറപ്പില്ല കേട്ടോ. കാരണം ഇങ്ങേ സൈഡിൽ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഏലം ഇതൊക്കെ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആളുകളൊക്കെ ഒഴിഞ്ഞ് പോയ സ്ഥിതിക്ക് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ, ഇവർക്ക് ഈ കൃഷിക്ക് വരണം എന്നുണ്ടെങ്കിൽ റോഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അവിടെ. അതുകൊണ്ട് പക്ഷെ വണ്ടി പോകാൻ പറ്റില്ല. ഇനി എന്തൊക്കെയോ പരിപാടികൾ ചെയ്തു കൊടുക്കണം. ഇവിടെ എന്തായാലും ഇനി താമസം എന്തായാലും ഉണ്ടാവില്ല, പക്ഷെ ഇവിടുത്തെ കൃഷികളൊന്നും ഒഴിച്ചു കൂടാൻ പറ്റില്ലല്ലോ. ഇവരുടെ പ്രധാന വരുമാന മാർഗം തന്നെ ആയിരിക്കും ഈ ഏലം, കാപ്പിയും കുരുമുളകും ഒക്കെ ഉള്ളത്. എന്തായാലും ഞാനിവിടുന്ന് ഇനി താഴത്തൊക്കെ തന്നെ പോവാട്ടോ. എനിക്ക് നല്ല മഴയും വരുന്നുണ്ട്. ചെറിയൊരു പേടിയില്ല എന്നുള്ള പറയാൻ പറ്റില്ലല്ലോ, പേടിയുണ്ട്. അതായത് ആ ഭീകരതൻ്റെ ബാക്കി പത്രമാണ് ആ 2 വീടുകളും കേട്ടോ. അവരൊക്കെ എത്ര തീ തിന്നൊക്കെ അപ്പം ആ ഒരു സമയത്തില്ലേ, എന്തോരം സൗണ്ട് കാര്യം അവർക്ക് കേട്ടിട്ടുണ്ടാവുക. ഒരു ജസ്റ്റ് ഒന്ന് കണ്ണ് നീച്ച് നോക്കിയപ്പോൾ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ഒന്നും കാണാത്തൊരവസ്ഥ. എന്തേ കാര്യം ഒന്നും കാണാത്തന്നെ. ഇവിടുന്ന് ഒരു വീടുകളേ ഇല്ല. ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് താഴത്തേക്ക് വീടുകളേ ഇല്ല, ഈ ഒരു ഓരത്ത് നിൽക്കണ വീടുകൾ മാത്രം. ഇതാ വീട്, ഇതാ അവിടെ ഒരു വീട്, അങ്ങനെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ.
മഴ പെയ്യണ്ട, ഞാൻ പോവാട്ടോ. മഴ വരാനാവുന്നുണ്ട്, പോട്ടെ. എല്ലാന്നുണ്ടെങ്കിലേ അതിവിടെ മഴ ഇതായിട്ടല്ല, ആളുകളും അത് പണിക്കാരന് ഒരാളുണ്ടേനു ഇവിടെ, അയാളും കൂടി പോയി. അല്ല, അപ്പൊ ഞാൻ വന്ന വൈപ്പ് ഏതാ? ഇതാണോ? ഇതല്ലേ? ഇതന്നെ ആയിരിക്കും. വന്ന വഴി തന്നെ മറന്നു. പോട്ടോ. ഈ പരൻ്റെ ഉള്ളിൽ കിടക്കാൻ ചട എത്തിയാണ്. 2 വർഷമായി നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ള കാടൊക്കെ മൂടി ചില്ലൊക്കെ പൊട്ടി എരപ്പായിട്ടുണ്ട്. ചില്ല് പോയിട്ട് പോട്ടെ, ആളുകൾക്ക് ജീവൻ കിട്ടിയില്ലേ, അതിന് വലിയ കിട്ടല. ചില്ലും വണ്ടിയും കാര്യവും വീടൊക്കെ പിന്നെയും ഉണ്ടാക്കാന്ന് വിചാരിക്കുക. ജീവൻ പോയി എന്താ കേട്ടോ, അവനവൻ്റെ കുട്ടികളും മക്കളൊക്കെ പോയി എന്ന് വിചാരിച്ചാൽ ഏറ്റവും കാട്ടം കഴിയൂല. എത്രയോ ആളുകൾ വരെ, എത്രയോ 200 സംതിങ് ആൾക്കാർ ഇനിയും കിട്ടാണ്ട് ഇവിടെ. എത്രയോ ആളുകളെ എന്തൊക്കെയാ പറയാ, അങ്ങനെ എനിക്ക് പറയാൻ കഴിയൂല. അവിടുന്ന് ചാലിയാറിനൊക്കെ അങ്ങനെ കിട്ടിയത്. അതും എടവണ്ണ ഭാഗത്തുനിന്ന്, എടവണ്ണ ഒമ്പാറൊക്കെ ഇവിടുന്ന് എത്ര കിലോമീറ്ററുകൾ അപ്പുറമാണ് ഈ ഒരു നദി കൊണ്ടുപോയതാണിത്. ചാലിയാറിൻ്റെ തുടക്ക ഭാഗം തന്നെയാണ് ഇതൊക്കെ. വയനാട് നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കണേ. വയനാടും അതേപോലെ തമിഴ്നാട് നീലഗിരി ഭാഗത്തുനിന്നും. എന്തായാലും ഇവിടുത്തെ വീടുകൾ ഒരിക്കലും പോസിബിൾ അല്ല കേട്ടോ ഇവിടെ ജീവിക്കുക എന്നുള്ളത്. പക്ഷെ ഇവര് അന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടാവില്ല റബ്ബേ, ഇവരെങ്ങനെ ഇവിടെ താമസിക്കുക എന്നുള്ള, നമ്മൾ എങ്ങനൊരു ഭീകരത ഉണ്ടാവും എന്നുള്ള അറിയില്ലല്ലോ. എന്താ പറയുക, പക്ഷെ മുറ്റത്തേക്ക് ഇറങ്ങിയ അത്രയും മനോഹരമായ സ്ഥലമാണ് ഇവിടെ. ഇവരെ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല മലയും കോട ഇറങ്ങിയ മലകളൊക്കെ കാണാം എന്തൊക്കെ. പക്ഷെ ഇപ്പം ഒന്നുമില്ല. എന്തായാലും ഇവിടെ ചെങ്കുത്തായ ഒരു കുത്തനായ സ്ഥലം കേട്ടോ. അങ്ങനെ താഴത്തേക്ക് പോരണം. ഇവിടെ ഒരു ലോറി കണ്ടാതായിരുത്തില്ല അങ്ങോട്ട് പോകുന്നത്, അയാൾ പോവുകയും ചെയ്ത്. എന്തായാലും ഞാൻ പോട്ടെ, ഞാൻ താഴത്തേക്ക് ഇനി താഴത്തേക്ക് ഇറങ്ങി പോകണേ. ഇനി മുകൾക്ക് കുറച്ചും കൂടെ പോകാൻ തോന്നണേ, പക്ഷെ അതിനുള്ള ധൈര്യം എനിക്കില്ല. ഇവിടെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുള്ളായിരുന്നു, അവർ പോയി. ഇനിയിപ്പോൾ വീടൊന്നും പാർത്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല, വീട് ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുള്ളൂ തോന്നാണ്. ഇനിയുണ്ടോ തേച്ചിട്ടൊന്നുമില്ലേനു. ഇതിൻ്റെ മുകളിലാട്ടോ, ഈ ഏലത്തോട്ടൻ്റെ അപ്പുറത്താണ് ഏതോ റിസോർട്ടുണ്ട്, ഗ്രീൻ വാലിയോ എന്താ ഒരു വാലി. എന്തായാലും പോകുമ്പോൾ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. റിസോർട്ട് കേട്ടോ, ട്രീ വാലി റിസോർട്ട്. ഇതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണോ എന്തോ അറിയില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക, വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങാകലെ മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴുന്നുണ്ടേ. അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ ആണത്. പക്ഷെ ആ നദി നിൽക്കണ ഏറ്റവും താഴെ ഒരു വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിൻ്റെ അടിയിലാണ് കേട്ടോ. അങ്ങനെ പോയി ഏറ്റവും നമ്മളെ സ്കൂളൊന്നും ഇവിടുന്ന് കാണുകയില്ല. നമ്മളൊക്കെ വരുമ്പോൾ ബൈലിപാല സ്കൂളുകളൊന്നും ഇവിടുന്ന് കാണുകയില്ല. അത്രയും കിലോമീറ്ററുകൾ താഴെയാണ് ഇവിടെ നിൽക്കണത്. പിന്നെ അത് അങ്ങനെ കാട് ഏരിയയാണ്. ഇവിടെ കുറേ ഒരു അമ്മൂമ്മയൊക്കെ പറഞ്ഞല്ലോ ആന രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ അന്ന് കണ്ട ഒരു ഓർമ്മ ഉണ്ട് എനിക്ക്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം എന്തായാലും ആവും ഉറപ്പാണ്. അത്രയും വലിയൊരു കാടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. തേയിലത്തോട്ടം, ഈ തേയിലത്തോട്ടം കൈയോട് കൂടി ഇതായി ഇങ്ങനെ ഒരു കാട് ആരംഭിക്കുകയാണ് ഇവിടെ. ഇനി ബസ് സ്റ്റോപ്പിൽ ആരും നിൽക്കാനൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഇവിടുന്ന് പോയി.
ബസ് സ്റ്റോപ്പിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം. എന്നാൽ ആ ബേലി പാലം നന്നാക്കിയാലേ ഇനി ഇങ്ങോട്ടൊരു ഹെവി വണ്ടി വരാൻ കഴിയുള്ളൂ. ചെറിയ വണ്ടികളൊക്കെ വരാം, പക്ഷെ ഹെവി വണ്ടി അവർ പാലം ഉണ്ടാക്കി. ഇനി ആ പാലം ഒന്നും ഉണ്ടാക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ആൾ താമസമൊന്നും ഇല്ലല്ലോ ഇനി ഇവിടെ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളെ ബംഗാളികളൊക്കെയാണ് ഉള്ളത് തോന്നുന്നു. അപ്പോൾ കണ്ട ഇവിടെ വേസ്റ്റ് ബിന്ന് കാര്യങ്ങൾ ഇടണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് ഇവിടെ വരെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. കാരണം ഇവിടെ ആളുകൾ ലാസ്റ്റ് താമസിക്കുന്നത് ഇവിടെ വരെയാണ്. പിന്നെ ഇവിടെ വേറെ ഒരു സ്കൂളോ എന്താ അങ്ങനത്തെ ഒരു സ്ഥാപനം കാണുന്നുണ്ട്. പിന്നെ ഈ അടുത്ത വീഡിയോ ഞാൻ വേറെ പാർട്ടായി ചെയ്യാം കേട്ടോ. ഇത് അത്രയും ലെങ്ത്ത് വരും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്യാണ്. അടുത്ത വീഡിയോ വേറെ ആയി ചെയ്യാം.